നമസ്കാരം, ഞാൻ ഡോക്ടർ അമൃത, ആയുർവേദിക് ഓർത്തോപീഡീഷ്യൻ ആൻഡ് ഏനോറക്ടർ സ്പെഷ്യലിസ്റ്റ്, ശ്രീരുദ്ര ആയുർവേദ ഹോസ്പിറ്റൽ, ട്രിവാൻഡ്രം. പല ആളുകളും കോമൺ ആയി പറയുന്ന കംപ്ലയിൻസ് ആണ് മോഷൻ പോകുമ്പോൾ ബ്ലീഡിങ് ഉണ്ടാവുന്നു, ഇല്ലെങ്കിൽ പസ് ഡിസ്ചാർജ് ഉണ്ടാവുന്നു, ഇല്ലെങ്കിൽ ഒരു മാസ് പുറത്തേക്ക് തള്ളി വരുന്ന പോലെ തോന്നുന്നു എന്നൊക്കെ. അപ്പോൾ ഇത് ഏത് തന്നെ ആയാലും പേഷ്യൻസ് നമ്മളോട് വന്ന് പറയുന്നത് ഡോക്ടറെ എനിക്ക് പൈൽസ് ആണ് എന്നാണ്. എന്നാൽ നമ്മളിത് എക്സാമിൻ ചെയ്ത് നോക്കുമ്പോഴോ ഇത് പൈൽസ് ആകില്ല, ഇത് ഫിഷറോ അല്ലെങ്കിൽ ഫിസ്റ്റുലയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രോഗങ്ങളാവാം. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, എല്ലാ മലദ്വാരവുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ലക്ഷണങ്ങളും പൈൽസ് അല്ല, അത് ഫിഷറോ ഫിസ്റ്റുലയോ അല്ലെങ്കിൽ മറ്റേത് രോഗമോ ആവാൻ ചാൻസ് ഉണ്ട്. ഈ പറഞ്ഞ 3 കണ്ടീഷൻസും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള രോഗമാണ്. സിമ്പിളായി പറഞ്ഞാൽ ഹെമറോയിഡ്സ് അല്ലെങ്കിൽ പൈൽസ് എന്ന് പറയുന്നത് നമ്മുടെ ഏനൽ കനാലിനുള്ളിലെ ഹെമറോയിഡൽ വെയിൻസ് ഉണ്ട്. അപ്പോൾ അതിനുണ്ടാകുന്ന വീക്കത്തെയാണ് ഹെമറോയിഡ്സ് അല്ലെങ്കിൽ പൈൽസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ കാലിൽ വേരിക്കോസ് വെയിൻ ഉണ്ടാവില്ലേ, അതുപോലെ തന്നെ മലദ്വാരത്തിനുള്ളിലെ വെയിൻസിന് വീക്കം ഉണ്ടാകുമ്പോഴാണ് ഈ ഒരു കണ്ടീഷൻ വരുന്നത്. പ്രധാനമായിട്ടും പേഷ്യന്റ് കംപ്ലൈൻ്റ് ആയി പറയുന്നത് മോഷൻ പോയതിന് ശേഷം ബ്ലീഡിങ് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ മോഷനോടൊപ്പം ബ്ലീഡിങ് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ പുറത്തേക്ക് ഒരു മാസ് തള്ളി വരുന്നു എന്നൊക്കെ ആയിരിക്കും. ഈ പുറത്തേക്ക് വരുന്നത് ചിലപ്പോൾ ഈ ഹെമറോയിഡ്സ് തന്നെ പല ഡിഗ്രീസ് ആണുള്ളത്. ഇപ്പോൾ 4 ഡിഗ്രികൾ പറയുന്നുണ്ട്. അതിലിപ്പോൾ ഫസ്റ്റ് ഡിഗ്രി ഹെമറോയിഡ്സ് ഒക്കെ ആണെങ്കിൽ ഈ പുറത്തേക്ക് തള്ളി വരുന്ന അവസ്ഥയൊന്നും ഉണ്ടാവില്ല. എന്നാലും മെയിനായിട്ട് കോമൺ ആയി പറയുന്ന ചില ലക്ഷണങ്ങളാണ് ഈ പറഞ്ഞ ബ്ലീഡിങ്ങും പിന്നെ ഈ മാസ് പുറത്തേക്ക് വരുന്നത്. ഇനി ഏനൽ ഫിഷർ ആണെങ്കിൽ അത് നമ്മുടെ ഈ ഏനൽ കനാലിൽ ഉണ്ടാവുന്ന ചെറിയ മുറിവുകളാണ്. ഇതിന്റെ പ്രധാന ലക്ഷണം എന്ന് പറഞ്ഞാൽ സിവിയർ പെയിൻ ആയിരിക്കും. അതായത് മോഷൻ പോകുമ്പോഴും മോഷൻ പോയി കഴിഞ്ഞും പേഷ്യന്റ് സിവിയർ പെയിൻ പറയും, അതുപോലെ തന്നെ പുകച്ചിലും പറയും. അപ്പോൾ പെയിനും പുകച്ചിലും ആയിരിക്കും മെയിനായിട്ടും അവരുടെ കംപ്ലൈന്റ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ബ്ലഡ് എന്ന് പറയുന്നത് സ്ട്രീക്സ് ആയിട്ടായിരിക്കും പോകുന്നത്. ഫിസ്റ്റുല എന്ന് പറയുമ്പോഴത്തേനും പ്രധാനമായും അത് നമ്മുടെ ഈ ഏനൽ കനാലിൽ കാണുന്ന ചില ഗ്ലാൻസ് ഉണ്ട്, ഗ്രന്ഥികൾ. ഈ ഗ്രന്ഥികൾക്ക് ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ കാരണമാണ് പ്രധാനമായിട്ടും ഫിസ്റ്റുല ഉണ്ടാകുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ മലദ്വാരത്തിനുള്ളിൽ ഒരു ട്രാക്ട് ഫോം ചെയ്ത് അത് പുറത്തേക്ക് സ്കിന്നിലേക്ക് ഓപ്പൺ ചെയ്യും. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും കാണുന്ന ലക്ഷണം എന്ന് പറഞ്ഞാൽ ഈ മലദ്വാരത്തിനടുത്തായിട്ട് ഒരു വീക്കം പോലെ ഉണ്ടാവാം, അല്ലെങ്കിൽ ചെറിയ കുരുക്കൾ പോലെ ഉണ്ടാവാം, അതിന്ന് പൊട്ടി പസ് പുറത്തേക്ക് വരാം. ഇതൊക്കെയായിരിക്കും ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ. അപ്പോൾ ഇത് 3 വ്യത്യസ്തങ്ങളായിട്ടുള്ള രോഗങ്ങളാണ്. ഈ പറഞ്ഞ 3 കണ്ടീഷൻസും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള രോഗങ്ങളാണ്. ഇപ്പോൾ പൈൽസ് അഥവാ ഹെമറോയിഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മലദ്വാരത്തിനുള്ളിൽ കാണുന്ന ചില വെയിൻസ് ഉണ്ട്, ഹെമറോയിഡൽ വെയിൻസ്. അപ്പോൾ അതിനുണ്ടാകുന്ന വീക്കത്തെയാണ് നമ്മൾ ഹെമറോയിഡ്സ് ആയിട്ട് പറയുന്നത്. ഇപ്പോൾ കാലിൽ വേരിക്കോസ് വെയിൻ വരുന്നത് പോലെ തന്നെ മലദ്വാരത്തിനുള്ളിൽ ഉണ്ടാകുന്നതാണ് ഹെമറോയിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് മോഷൻ പോകുമ്പോൾ ബ്ലീഡിങ് ഉണ്ടാവുക, അല്ലെങ്കിൽ പുറത്തേക്ക് എന്തെങ്കിലും തള്ളി വരുന്നത് പോലെ പറയുക. അപ്പോൾ ഈ പുറത്തേക്ക് തള്ളി വരുന്നത് എല്ലാവരും പറയുന്നതല്ല. ഇപ്പം ഹെമറോയിഡ്സ് തന്നെ 4 ഡിഗ്രീസ് ആണ് പറയുന്നത്. അതിലിപ്പോൾ ഫസ്റ്റ് ഡിഗ്രി ഒക്കെ ആണെങ്കിൽ പുറത്തേക്ക് തള്ളി വരാറില്ല. എന്നാലും കോമണായി ഹെമറോയിഡ്സിന് വരുന്ന ലക്ഷണങ്ങളാണ് ഈ പറഞ്ഞ മോഷൻ പോകുമ്പോൾ ഉള്ള ബ്ലീഡിങ്ങും ഈ പുറത്തേക്ക് ഒരു മാസ് തള്ളി വരുന്നതായിട്ട് പറയുന്നത്. ഇനി ഫിഷർ എന്ന് പറയുന്നത് നമ്മുടെ മലദ്വാരത്തിനുള്ളിലെ ചെറിയ മുറിവുകൾ ഉണ്ടാവുന്നു. അതിപ്പോൾ മലബന്ധമുള്ളവർക്കാണ് സാധാരണയായിട്ട് അത് കാണുന്നത്. ചെറിയ മുറിവുകൾ ഉണ്ടാവുകയും പേഷ്യന്റ് കോമണായി പറയുന്ന ഒരു ലക്ഷണമാണ് സിവിയർ പെയിൻ. അതായത് മോഷൻ പോകുമ്പോഴും പോയി കഴിഞ്ഞതിന് ശേഷവും വളരെ വേദനയും അതുപോലെ തന്നെ പുകച്ചിലും പറയാറുണ്ട്. പിന്നെ ഫിസ്റ്റുല എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. ഫിസ്റ്റുല എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഏനൽ കനാലിൽ ചില ഗ്രന്ഥികളുണ്ട്, ഏനൽ ഗ്ലാൻസ്. അപ്പോൾ അതിനുണ്ടാകുന്ന ഇൻഫെക്ഷനാണ് അത് ഫിസ്റ്റുലായി മാറുന്നത്. അത് നമ്മുടെ മലദ്വാരത്തിനുള്ളിലെ ഈ ഗ്ലാൻസിന് ഇൻഫെക്റ്റഡ് ആയിട്ട് അതൊരു ട്രാക്ട് ഫോം ചെയ്യുന്നു. മലദ്വാരത്തിനുള്ളിൽ നിന്നും പുറത്തെ സ്കിന്നിലേക്ക് ഒരു ട്രാക്ട് ഫോം ചെയ്യുന്ന അവസ്ഥയാണ് ഫിസ്റ്റുല എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ മലദ്വാരത്തിനടുത്തായിട്ട് ചെറിയ വീക്കം ഉണ്ടാവുക, അല്ലെങ്കിൽ ചെറിയ കുരുക്കൾ പോലെ ഉണ്ടാവുക, അതിൽ നിന്ന് പൊട്ടി പഴുപ്പ് വരിക. ഇതൊക്കെയാണ് അതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ. ഇനി ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ പ്രധാനമായി വരുന്നത് കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം. അത് പലരും നിസ്സാരമായി കാണുന്ന ഒന്നാണ്. പക്ഷേ ദീർഘനാളായി കോൺസ്റ്റിപ്പേഷൻ ഉള്ള ഒരാളാണെങ്കിൽ അവർക്ക്
ഹെമറോയിഡ്സോ അല്ലെങ്കിൽ ഏനൽ ഫിഷർ പോലുള്ള രോഗങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. മാറി വരുന്ന ലൈഫ് സ്റ്റൈൽ, പിന്നെ ലോ ഫൈബർ ഡയറ്റ്, ഇൻഫെക്ഷൻസ് എന്ന് പറയുമ്പോഴത്തേനും ഈ പറഞ്ഞ പോലെ ഏനൽ ഗ്ലാൻസിന് ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ കാരണമാണ് നമ്മുടെ ഫിസ്റ്റുല എന്ന് പറയുന്ന രോഗം വരുന്നത്. പിന്നെ ടോയ്ലറ്റിൽ പോകുമ്പോൾ അധികമായി സ്ട്രെയിൻ ചെയ്യുന്നവരിൽ ഒക്കെയാണ് ഈ പറഞ്ഞ രോഗങ്ങൾ കോമൺ ആയി കാണുന്നത്. ഇനി എപ്പോഴാണ് ഇത് ശ്രദ്ധിക്കേണ്ടത്? സിവിയർ ബ്ലീഡിങ് ഉണ്ടാവുക, അല്ലെങ്കിൽ പസ് ഡിസ്ചാർജ്, ഇല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാകുന്ന വെയിറ്റ് ലോസ്, ഇതൊക്കെ വരുവാണെങ്കിൽ ഉടൻ തന്നെ ഒരു വിദഗ്ധ ഡോക്ടറിനെ കാണേണ്ടതുണ്ട്. ഇനി ആയുർവേദ ചികിത്സയിൽ പറയുമ്പോൾ ഓരോ രോഗത്തിനും വ്യത്യസ്തമായിട്ടുള്ള ചികിത്സാ രീതികളാണ് പറയുന്നത്. ചില കേസസിലാണെങ്കിൽ നമുക്ക് മെഡിസിൻസോ ഡയറ്റോ അല്ലെങ്കിൽ ബവൽ കറക്ഷൻ കൊണ്ട് തന്നെ നമുക്ക് രോഗത്തെ മാറ്റാൻ പറ്റും. അതായത് ഇപ്പോൾ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധമുള്ള ഒരാളാണെങ്കിൽ ആൾക്ക് നമുക്ക് ഹൈ ഫൈബർ അടങ്ങിയ ഡയറ്റ് ഉപദേശിക്കാം. സ്പൈസി ഫുഡ്സ് അല്ലെങ്കിൽ ചായ, കാപ്പി പോലുള്ള വസ്തുക്കളൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറയാം. പിന്നെ പച്ചക്കറികളിൽ നോക്കുകയാണെങ്കിൽ ക്യാരറ്റ്, ബീട്രൂട്ട്, ചീര പോലുള്ളതൊക്കെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറയാം. ഫ്രൂട്ട്സ്, അതായത് ആപ്പിൾ, മാതളം, അങ്ങനെയുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറയാം. ഓട്സ്, റാഗി, ഇതെല്ലാം നമ്മുടെ മലബന്ധം തടയാൻ ഒരു പരിധിവരെ സഹായിക്കുന്നതാണ്. പിന്നെ പറയുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ബവൽ ഹാബിറ്റ്സ് ഫോളോ ചെയ്യുക. അതായത് നമുക്ക് ടോയ്ലറ്റിൽ പോകാൻ തോന്നുന്ന സമയത്ത് തന്നെ ടോയ്ലറ്റിൽ പോവുക, അതൊരു കൺസിസ്റ്റന്റ് ടൈമിൽ തന്നെ പോകാൻ ശ്രമിക്കുക. പിന്നെ ഒരു റെഗുലർ എക്സസൈസ് ചെയ്യുക. അതായത് ഇപ്പോൾ ഒരു സ്ഥലത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കാതെ നമ്മൾ കുറച്ചു നേരം ഇരുന്ന് ഒരു 5 മിനിറ്റ്സ് നമ്മൾ എഴുന്നേറ്റ് നടക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാം. ചികിത്സ പറയുമ്പോൾ ആദ്യം തന്നെ കൃത്യമായ രോഗനിർണയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഏത് രോഗമാണോ എന്ന് ഡയഗ്നോസ് ചെയ്ത് അതിന് കൃത്യമായ ട്രീറ്റ്മെൻറ്റ് നൽകേണ്ടതുണ്ട്. ഇപ്പോൾ ചില കേസസിലാണെങ്കിൽ നമുക്ക് മെഡിസിൻസോ ഡയറ്റ് അല്ലെങ്കിൽ ബവൽ കറക്ഷൻ വഴി നമുക്ക് അതിനെ മാനേജ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധമുള്ള ഒരാളാണെങ്കിൽ അതില്ലാണ്ടാക്കാനായിട്ട് നമുക്ക് ധാരാളം ഫൈബർ അടങ്ങിയ ആഹാരം ഇൻക്ലൂഡ് ചെയ്യാം. അതായത് ഇപ്പോൾ ഫ്രൂട്ട്സ് നോക്കുകയാണെങ്കിൽ മാതളം, പേരയ്ക്ക, പപ്പായ, ആപ്പിൾ പോലുള്ളത് ഇൻക്ലൂഡ് ചെയ്യാൻ പറയാം. പച്ചക്കറികളിലാണെങ്കിൽ ചീര, ക്യാരറ്റ്, ബീട്രൂട്ട്, പടവലങ്ങ, ഇതെല്ലാം വളരെ നല്ലതാണ്. പിന്നെ ഓട്സ്, റാഗി, പിന്നെ സ്പൈസി ആയിട്ടുള്ള ഫുഡ്സൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറയാം. ചായ, കാപ്പി, ഇതെല്ലാം അവോയ്ഡ് ചെയ്യാൻ പറയാം. പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഹൈഡ്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് മിനിമം ഒരു 2 ലിറ്റർ വെള്ളമെങ്കിലും ഡെയിലി കുടിക്കാൻ ശ്രമിക്കുക. കറക്റ്റായിട്ട് അതായത് ബവൽ കറക്റ്റ് ചെയ്യുക. ഹെൽത്തി ആയിട്ടുള്ള ബവൽ ഹാബിറ്റ്സ് ശീലമാക്കുക. അതായത് നമുക്ക് ടോയ്ലറ്റിൽ പോകാൻ തോന്നുന്ന ടൈമിൽ തന്നെ ടോയ്ലറ്റിൽ പോവുക. അതും കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ടൈമിൽ പോവുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. പിന്നെ റെഗുലർ ആയിട്ടുള്ള ഒരു എക്സസൈസ് മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് ഒരു സ്ഥലത്ത് കണ്ടിന്യൂസ് ഇരിക്കാതെ ഇടയ്ക്കൊന്ന് എഴുന്നേറ്റ് ഒന്ന് നടന്നിട്ട് വീണ്ടും വന്ന് ജോലികൾ ചെയ്യാവുന്നതാണ്. എന്നാൽ ചില കേസുകളിലാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടൊന്നും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. ഒരു ഇനിഷ്യൽ മാനേജ്മെന്റ് എന്നുള്ള രീതിക്ക് ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാം. പക്ഷേ ചില കേസുകളിൽ ഇതൊന്നും പോരാതെ വരും. അതായത് ക്ഷാരസൂത്രം പോലുള്ള പ്രൊസീജിയറിലേക്ക് നമ്മൾ കടക്കേണ്ടതായിട്ട് വരും. ക്ഷാരസൂത്രം എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും കേട്ടിട്ടുള്ളതാണ് ആയിരിക്കാം. ഇതൊരു ആയുർവേദത്തിൽ പറയുന്ന ഒരു പാരാസർജിക്കൽ ടെക്നിക്കാണ്. അതൊരു സിമ്പിൾ ത്രെഡ് അല്ല, ഒരു മെഡിസിൻസ്, അതായത് പല മെഡിസിൻസും കോട്ട് ചെയ്തിട്ടുണ്ടാക്കുന്ന ഒരു മെഡിക്കേറ്റഡ് ത്രെഡാണ് ക്ഷാരസൂത്രം എന്ന് പറയുന്നത്. ഇത് കോമൺ ആയിട്ട് നമ്മൾ ഫിസ്റ്റുല പോലുള്ള കണ്ടീഷൻ, ഏനൽ ഫിസ്റ്റുല അല്ലെങ്കിൽ സൈനസ്, പൈലോനൈഡൽ സൈനസ്, ഹൈഡ്രഡിറ്റിസ് സപ്പറേറ്റീവ പോലുള്ള കണ്ടീഷൻസിലൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ടും ഉപയോഗിക്കുന്നത്. ഏനൽ ഫിഷറിൽ നമ്മൾ ക്ഷാരസൂത്രം ഉപയോഗിച്ച് വരുന്നുണ്ട്. ഈ ക്ഷാരസൂത്രത്തെ പറ്റി പറയുമ്പോൾ പല ആളുകൾക്കും ഉണ്ടാകുന്ന ചില സംശയങ്ങളാണ്. ഇത് പെയിൻഫുൾ ആണോ, ഇത് അഡ്മിഷൻ ആവശ്യമുണ്ടോ, റെക്കറൻസ് ഉണ്ടാവുമോ എന്നുള്ളതൊക്കെ. പെയിൻഫുൾ ആണോ എന്ന് ചോദിച്ചാൽ പെയിൻഫുൾ ആണ്. അത് ഓരോ പേഷ്യൻറ്റിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. ചില പേഷ്യൻസിന് പെയിൻ ടോളറൻസ് കൂടുതലായിരിക്കും, ചിലർക്ക് കുറവായിരിക്കും. അപ്പോൾ പെയിൻ എന്ന് പറയുന്നത് പേഷ്യൻ്റ് ഡിപ്പെൻഡൻ്റ് ആണ്. പിന്നെ അഡ്മിഷൻ്റെ ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല, ഇതൊരു സിംഗിൾ ഡേ പ്രൊസീജിയറാണ്. അത് ഒരു ത്രെഡ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എവറി വീക്ക് നമ്മൾ
വൺസ് ഇൻ എ വീക്ക് നമ്മൾ ത്രെഡ് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ഇത് റെക്കറൻസ് ഉണ്ടാക്കുമോ എന്നുള്ളത് ചോദിച്ചാൽ റെക്കറൻസ് റേറ്റ് വളരെ കുറവാണ്, മിനിമലാണ് ക്ഷാരസൂത്രത്തിൽ പറയുന്നത്. പിന്നെ കോംപ്ലിക്കേഷൻസും വളരെ കുറവായിരിക്കും. അതായത് മറ്റ് സർജറികളൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മെയിൻ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഏനൽ ഇൻകോണ്ടിനൻസ് ആണ്. പക്ഷേ ക്ഷാരസൂത്രം ചെയ്യുമ്പോൾ അവിടെ മസിൽസിനൊന്നും ഡാമേജ് വരുത്താത്തത് കൊണ്ട് തന്നെ ഏനൽ ഇൻകോണ്ടിനൻസും വളരെ കുറവായിരിക്കും. പിന്നെ ഇത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഒരേ സമയത്ത് തന്നെ ഡ്രെയിനിങ്ങും കട്ടിങ്ങും ഹീലിങ്ങും എല്ലാം ഒരേ സമയത്ത് തന്നെ നടക്കുന്നു എന്നുള്ളതാണ്. ക്ഷാരസൂത്രം പോലെ തന്നെ പറയുന്ന മറ്റ് ട്രീറ്റ്മെൻറ്റ്സ് ആണ് അഗ്നികർമ്മം അല്ലെങ്കിൽ തെർമൽ കോട്ടറി, പിന്നെ ലീച്ച് തെറാപ്പിയൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ഫിസ്റ്റുലയിലാണെങ്കിൽ ക്ഷാരസൂത്രം ചെയ്യുന്നത് പോലെ തന്നെ പിന്നെ നമ്മളെ ഹെമറോയിഡ്സിലും ഫിഷറിലും ഒക്കെ നമുക്ക് അഗ്നികർമ്മയും ലീച്ച് തെറാപ്പിയും ഒക്കെ വളരെ എഫക്റ്റീവായിട്ട് കാണാറുണ്ട്. ഇപ്പോൾ ത്രോംബോസ്ഡ് പൈൽസ് എന്ന് പറയുന്ന കണ്ടീഷൻ, അത് സിവിയർ പെയിൻ ഉള്ള ഒരു കണ്ടീഷനാണ്. അപ്പോൾ ആ കണ്ടീഷനിലൊക്കെ നമ്മൾ ലീച്ച് തെറാപ്പി എന്ന് പറയുമ്പോൾ അത് ആ ക്ലോട്ട് അലിയിക്കാനും അങ്ങനെ അതിന് എഫക്റ്റീവായിട്ട് പറയുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണത്. ദീർഘനാളായി മലദ്വാരവുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഉടൻ തന്നെ ഒരു വിദഗ്ധ ഡോക്ടറെ കണ്ട് കൃത്യമായ രോഗനിർണയം നടത്തുക. താങ്ക് യു.